നമസ്കാരം. ഞാൻ ചേന്നമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ലീന വിശ്വൻ. 2023 ജനുവരി 24 ഞാൻ പ്രസിഡന്റായിട്ട് അധികാരമേറ്റത്. കഴിഞ്ഞ 2010 മുതൽ പഞ്ചായത്തിന്റെ മെമ്പറായിട്ട് ആണ് ഈ പഞ്ചായത്തിൽ ഞാൻ ആദ്യമായിട്ട് എത്തുന്നത്. തുടർന്ന് അന്ന് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ആയിരുന്നു. തുടർന്ന് 2015-20 കാലഘട്ടത്തിലും ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായിട്ട് ഈ പഞ്ചായത്തിൽ തന്നെ മെമ്പറായിട്ട് തുടർന്നു വരുന്നു. തുടർന്ന് 2020-25 കാലഘട്ടത്തിൽ വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ടു. 2023 പ്രസിഡന്റായി സ്ഥാനമേറ്റു. ചരിത്രമുറങ്ങുന്ന ചേന്നമംഗലം കൊച്ചി രാജാവിന്റെ പ്രധാനമന്ത്രി പദം അലങ്കരിച്ചിരുന്ന പാലിയത്തച്ഛന്മാർ നാടുവാണിരുന്ന ഒരു സ്ഥലം കൂടിയാണ് ചേന്നമംഗലം. പ്രശസ്തരായിരുന്ന കൊച്ചി രാജാക്കന്മാരുടെ പ്രധാനമന്ത്രി പദം അലങ്കരിച്ചിരുന്ന പ്രധാനപ്പെട്ട പാലിയത്തച്ഛന്മാരുടെ കാലഘട്ടത്തിൽ അടങ്ങുന്നതാണ് പ്രധാന ഗ്രാമമാണ് ഈ ചേന്നമംഗലം. പ്രിയമുള്ളവരെ, ചേന്നമംഗലം എന്ന എൻ്റെ ഗ്രാമത്തെക്കുറിച്ച് പറയുമ്പോൾ എനിക്ക് ഏറെ അഭിമാനമുണ്ട്. ചേന്നമംഗലത്ത് ജനിക്കാനും ഇവിടെ ജീവിക്കാനും കഴിഞ്ഞതിൽ വളരെയേറെ സന്തോഷവുമുണ്ട്. കാരണം മറ്റൊന്നും കൊണ്ടല്ല, കേരളത്തിലെ ഏറ്റവും അതിപ്രശസ്തമായ ഒരു ഗ്രാമപഞ്ചായത്താണ് ചേന്നമംഗലം. പാലിയത്തച്ഛന്മാരുടെ കാലം മുതലേ പ്രസിദ്ധമായ നാട്. പൈതൃകപരമായി ഒരുപാട് സാമ്പത്തിക കൊണ്ടുവന്ന കള്ളുചെത്തുകാരുടെ ഗ്രാമം. അതുപോലെ തന്നെ ഒരുപാട് പേർക്ക് തൊഴിൽ നൽകാൻ അവസരം നൽകിയ ചേന്നമംഗലം കൈത്തറിയുടെ ഗ്രാമം. ഇത് ഈ ഒരു കാലഘട്ടത്ത് പൈതൃകപരമായി തന്നെ സൃഷ്ടിച്ചെടുത്ത വിവിധ തരങ്ങളിലുള്ള കച്ചവട സ്ഥാപനങ്ങളാണ്. പപ്പടം മുതൽ ആയുർവേദ മരുന്ന് വരെ ഈ കടകളിൽ നിന്ന് നമുക്ക് ലഭിക്കുമായിരുന്നു. ആയുർവേദ മരുന്നിനൊക്കെ നിത്യവനും മിക്കവാറും വൈകുന്നേരങ്ങളിൽ ഒരുപാട് പേർ ആയുർവേദ മരുന്നുകൾ വാങ്ങാൻ ഈ കടകളിൽ എത്തുമായിരുന്നു. അതുപോലെ തന്നെ സ്വർണ്ണപ്പണിക്കാർ, പപ്പടം ഉണ്ടാക്കുന്നവർ, ഈ കരകൗശല ജീവനക്കാർ, കൊല്ലന്മാർ, ഇവെല്ലാം ഈ തഴപ്പായ നെയ്ത്തുകാർ എല്ലാം ഈ കടകളിൽ തന്നെ സമൃദ്ധമായി ഉണ്ടായിരുന്ന ഒരു പൂർവ്വകാലം ഉണ്ടായിരുന്നു. പിന്നീട് അതെല്ലാം നശിച്ചു പോയെങ്കിലും ഇപ്പോ മുസ്രീസ് പൈതൃക പദ്ധതിയിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞ 2001 മുതൽ മുസ്രീസ് പൈതൃക പദ്ധതിക്കാരാണ് ഈ സ്ഥാപനങ്ങളെല്ലാം പുനഃസൃഷ്ടിച്ചത്, പഴയതുപോലെയാക്കിയത്. ഈ താക്കോലുകൾ നോക്കൂ, ഇതൊരു പുതിയ ഇന്നത്തെ താക്കോലുകളല്ല. ഇന്നാണെങ്കിൽ വളരെ ലളിതമായിട്ടുള്ള താക്കോലുകളാണെങ്കിൽ പഴയ കാലത്തുള്ള ആ അടച്ചറപ്പോട് കൂടിയുള്ള നിലവരകളും വലിയ കമ്പിയിട്ടുള്ള പൂട്ടുകളും എല്ലാമാണ് ഈ പൈതൃകമായി ഇതിന്റെ പ്രത്യേകത തന്നെ. ചരിത്രപ്രസിദ്ധമായ മാറ്റച്ചന്തയും ഈ ഗ്രാമത്തിന്റെ പ്രത്യേകതയാണ്. കൈത്തറിയുടെ നാടായ ചേന്നമംഗലത്തെ കുറിച്ച് കേരളത്തിലെന്നല്ല ലോകത്തിലെ പ്രസിദ്ധമായ ചേന്നമംഗലം കൈത്തറിയുടെ മുണ്ടുകൾ വിവിധ ഭാഗങ്ങളിലേക്ക് ഓണക്കാലത്തും വിഷുക്കാലത്തും കൊണ്ടുപോകുന്നതിനായി നിത്യേന കച്ചവടക്കാർ അവിടെ വരുമായിരുന്നു. പ്രസിദ്ധമായ പാലിയം സമരത്തിനും ഈ പുതിയ കാലഘട്ടത്ത് ഇവിടെ അവസരമൊരുങ്ങുകയുണ്ടായി. പട്ടിക്കും പൂച്ചയ്ക്കും വഴിനടക്കാനുള്ള വഴിയിലൂടെ മനുഷ്യന് അയിത്തജാതിക്കാർക്ക് വഴി നടക്കാനുള്ള സമരത്തിന് വേണ്ടി വലിയൊരു സമരവും ഇവിടെ അരങ്ങേറിയും വിജയിക്കുകയും ചെയ്തിട്ടുണ്ട്. പാലിയ സമരം വളരെയേറെ സമരങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച ചേന്നമംഗലം പഞ്ചായത്ത് ഇന്ന് 10.5 ചതുരശ്ര അടി വിസ്തീർണമുള്ള ഒരു പ്രദേശമാണ്. 18 വാർഡുകൾ ഉൾപ്പെടുന്ന ഈ പ്രദേശത്ത് 35,000-ലധികം ജനങ്ങൾ അധിവസിക്കുന്ന ഈ പ്രദേശത്ത് കായലും അതുപോലെ പുഴയും പെരിയാറിന്റെ കൈവഴികളിലൂടെ പോകുന്ന തീരദേശമായിട്ടുള്ള ചേന്നമംഗലം വളരെയേറെ ടൂറിസം സാധ്യതകൾ വികസന കാഴ്ചപ്പാടോടെ കൂടെ മുന്നോട്ട് കൊണ്ടുപോകാനാണ് ഈ ഭരണസമിതി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പാലിയം കൊട്ടാരവും സിനഗോഗും ജൂത പള്ളിയും ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രവും എല്ലാം തന്നെ വിദേശ സഞ്ചാരികൾക്ക് വളരെയേറെ കൗതുകമുണർത്തുന്ന ഒരു കാഴ്ച തന്നെയാണ്. പ്രിയരെ, ചേന്നമംഗലം പഞ്ചായത്തിലെ ഏറ്റവും പഴക്കം ചെന്ന സിറിയൻ കത്തോലിക്ക പള്ളിയാണ് ഹോളി ക്രോസ് ചർച്ച്. ഇവിടെ 350ഓളം ഇടവക്കാർ ഈ പള്ളിയിലുണ്ട്.
പ്രസിദ്ധമായ ടിപ്പു സുൽത്താന്റെ പടയോട്ട കാലത്ത് നശിപ്പിക്കപ്പെട്ട വൈപ്പിൻകോട്ട് സെമിനാരിയുടെ ബാക്കി ഭാഗങ്ങൾ നമുക്ക് ഇവിടെ കാണാം. അങ്ങോട്ട് നോക്കിയാൽ അത് നാം കാണിച്ചു തരുന്നതാണ്. അതുപോലെ തന്നെ പഴയ കാലത്ത് ഉണ്ടായിരുന്ന മലയാളത്തിലെ വട്ടെഴുത്ത്, കോലെഴുത്ത് മുതലായ ഇതിന്റെ പകർപ്പുകളാണ് അവിടെ സൂക്ഷിച്ചു വെച്ചിട്ടുള്ളത്. ഇപ്പോഴും ആ കാണുന്നതാണ് വട്ടെഴുത്തും കോലെഴുത്തും നടന്നത്. നമുക്ക് അതിന്റെ പഴയ മലയാളം നമുക്ക് വായിക്കാൻ അറിയില്ലെങ്കിലും പഴയ പഴമക്കാർ പലരും അത് വായിച്ച് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് പ്രസിദ്ധമായ വൈപ്പിൻകോട്ട സെമിനാരിയോട് ചേർന്നാണ് പ്രസിദ്ധമായ മറ്റേ ശവസംസ്കാര ഇത് നടക്കുന്ന സ്ഥലമാണിത്. ഇവിടെ ഈ പള്ളിയിൽ അച്ഛൻ താമസിച്ച് കുർബാന അർപ്പിക്കുന്നു. എല്ലാ ദിവസവും കുർബാനകളുണ്ട്. ചൊവ്വാഴ്ച ദിവസങ്ങളിൽ തൊട്ടടുത്ത കന്യാസ്ത്രീ മഠത്തിലാണ് പരിശുദ്ധ കുർബാന അർപ്പിക്കപ്പെടുക. വെള്ളിയാഴ്ച ദിവസം വൈകുന്നേരങ്ങളിലാണ് ഇവിടെ ഇത് ചെയ്യുക. അതോടൊപ്പം തന്നെ നമുക്ക് ഇവിടെ നേർച്ച സദ്യയും എല്ലാ വെള്ളിയാഴ്ചയും ഉണ്ട്. ഊട്ടുസദ്യ നടത്തുന്ന ഒരു പള്ളി കൂടിയാണിത്. വിശുദ്ധ അഗസ്തീനോസിന്റെ ദേവാലയമാണ് ഇത്. അഗസ്തീനോസിന്റെയാണ് പ്രധാന പെരുന്നാൾ. എന്നാൽ സർവ്വവിശുദ്ധന്മാരുടെയും പെരുന്നാളുകളും മാതാവിന്റെ പെരുന്നാളും എല്ലാം ആചരിച്ചു വരുന്നു. ഈ പള്ളിയുടെ തന്നെ തൊട്ടടുത്തുള്ള ഈ സെന്റ് മേരീസ് സ്കൂൾ വർഷങ്ങളോളം പഴക്കമുള്ളതാണ്. ആദ്യത്തെ അതുപോലെ തന്നെയാണ് ഇത് കൊടിമരം. ഇവിടെ ഈ പള്ളിയിലെ ഒരു അച്ഛനായിരുന്ന എൻ്റെ സംഭാവനയാണ് ഈ സ്വർണ്ണ കൊടിമരം. അതുപോലെ തന്നെ സെന്റ് ഫ്രാൻസിസ് ഇവിടെ സന്ദർശിച്ചിട്ടുണ്ട്. ഈ ചേന്നമംഗലത്ത് ഗോവയിൽ ഇന്നും അഴുകാത്ത ശരീരമായി താമസിക്കുന്ന സെന്റ് ഫ്രാൻസിസ് താമസിച്ചിരുന്നതാണ് ഈ കെട്ടിടം. ഇന്നും ഞങ്ങൾ സംരക്ഷിച്ചു വരുന്നു. ഈ കെട്ടിടമാണ് സെന്റ് ഫ്രാൻസിസ് താമസിച്ചിരുന്നത്. അദ്ദേഹം ഇവിടെ ചരിത്രപ്രസിദ്ധമായി ഈ ചേന്നമംഗലം പള്ളിയിൽ വന്ന് താമസിച്ചിട്ടുണ്ട്. അദ്ദേഹം താമസിച്ചിരുന്ന കട്ടിലും ഇരുന്ന കസേരകളും ഇപ്പോഴും സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ഇത് മണിമാളിക. പള്ളിയോട് ചേർന്നാണ് പണ്ട് മണിമാളിക ഉണ്ടായിരുന്നതെങ്കിലും ഇപ്പോൾ പുതിയതായിട്ട് ഈ മുസ്ലിം പൈതൃക പദ്ധതിയിൽ ഉൾപ്പെടെ മാറ്റി സ്ഥാപിച്ച് ഇട്ടുള്ളതാണ്. ഏതാണ്ട് നല്ല രീതിയിലുള്ള ആൾത്താർ തന്നെയാണ് ഈ പള്ളിക്കുള്ളത്. ഇതാണ് സെന്റ് ഫ്രാൻസിസ് സേവിയർ വന്ന് താമസിച്ച ഇടം. ഈ പള്ളിയിൽ അദ്ദേഹം സന്ദർശനം നടത്തിയിട്ടുണ്ട്. ദിവസങ്ങളോളം ഇവിടെ ഉണ്ട്. ഇവിടെ തന്നെയാണ് വൈദികരെ പഠിപ്പിക്കുന്ന വൈപ്പിൻകോട്ട സെമിനാരി എന്ന സ്ഥാപനമുള്ളത്. ഇവിടെ തന്നെയാണ് മലയാളത്തിലെ ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ അച്ചടിശാല എന്ന പ്രസിദ്ധപ്പെട്ട സ്ഥലം. ബൈബിളാണ് അന്ന് അച്ചടിച്ചത്. അദ്ദേഹം സെന്റ് ഫ്രാൻസിസിന്റെ ഭൗതിക ശരീരം ഇന്നും ഗോവയിലെ അദ്ദേഹത്തിന്റെ നാമധേയത്തിലുള്ള പള്ളിയിൽ സൂക്ഷിച്ചിട്ടുണ്ട്. കാലാകാലങ്ങളിൽ അവിടെ ചെല്ലുന്നവർക്ക് പ്രാർത്ഥിക്കാനായിട്ട് അത് തുറന്നു കൊടുക്കാറുണ്ട്, കാണിക്കാറുണ്ട്. ഇതാണ് വൈപ്പിൻകോട്ട സെമിനാരി. ഏതാണ്ട് 1500 കാലഘട്ടത്തിൽ വൈദിക വിദ്യാർത്ഥികളെ വൈദ്യപഠനം നടത്തിയത് ഈ ഇവിടെയാണ്. ടിപ്പു സുൽത്താൻ പടയോട്ടക്കാലത്താണ് ഈ കോട്ട തകർന്നതെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ഇവിടം വരെയാണ് ടിപ്പു സുൽത്താന്റെ പരാക്രമങ്ങൾ ഉണ്ടായിരുന്നത്. അതിനുശേഷം ഇവിടുന്ന് മലയാറ്റൂർക്കോ അദ്ദേഹം തിരിച്ചു പോയത്. ഈ കാണുന്നതാണ് വൈപ്പിൻകോട്ട സെമിനാരിയുടെ അവസാന ഭാഗങ്ങൾ ഇപ്പോൾ ഞങ്ങൾ സംരക്ഷിച്ചിട്ടുണ്ട്. മുസ്ലിം പൈതൃക പദ്ധതിയിൽ ഇവിടെ ഒരു കാലത്ത് അധ്യാപകരും വിദ്യാർത്ഥികളും 20ഓളം വിദ്യാർത്ഥികളും അധ്യാപകരും വന്ന് ഇവിടെ ഖനനം നടത്തിയിരുന്നു. ഇനി വീണ്ടും വരുമെന്ന് അറിയിച്ചു പോയിട്ടുണ്ടെങ്കിലും വർഷങ്ങൾ ഇപ്പോൾ ചിലത് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയും അവരെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കണം. എന്നാൽ മാത്രമാണ് ഇതിന്റെ പൂർണ്ണമായ ഒരു ചരിത്രം ഞങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ, നമുക്കെല്ലാവർക്കും ലഭിക്കുകയുള്ളൂ. അതാണ് എനിക്ക് ഈ വൈപ്പിൻകോട്ട സെമിനാരിയെ കുറിച്ചുള്ള ഒരു ചെറിയ ചരിത്രം പറയാനുള്ളത്. എൻ്റെ പേര് PH മുഹമ്മദ് എന്നാണ്. ഞാൻ ഈ സിനഗോഗിൻ്റെ ചേന്നമംഗലം സിനഗോഗിൻ്റെ ഇൻചാർജാണ്. പിന്നെ ഇവിടെ ഗൈഡായിട്ട് വർക്ക് ചെയ്യുന്നു. അത് കേരളത്തിൽ ഏറ്റവും പഴക്കം ചെന്ന സിനഗോഗുകളിലൊന്നാണിത്, ചേന്നമംഗലം സിനഗോഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇത് മിസ്റാഹി പാരമ്പര്യത്തിൽ വരുന്ന ഓർത്തഡോക്സ് ജൂതന്മാരുടെ സിനഗോഗാണ്. ബ്ലാക്ക് ജ്യൂസ് എന്നറിയപ്പെടും.
മാളാപ്പറവൂര്, ചേന്നമംഗലം, കൊടുങ്ങല്ലൂർ ഭാഗങ്ങളിൽ കൂടുതലും ബ്ലാക്ക് ജ്യൂസാണ് ഉണ്ടായിരുന്നത്. അപ്പം അവരുടെ ഒരു പ്രധാനപ്പെട്ട ആരാധനാ കേന്ദ്രമാണ് ചേന്നമംഗലം സിനഗോഗ്. ചേന്നമംഗലം എന്ന പ്രദേശത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 4 മതങ്ങളുടെയും ആരാധനാലയങ്ങൾ 100 മീറ്റർ സറൗണ്ടിങ്സിൽ സ്ഥിതി ചെയ്യുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അപ്പോൾ ഇത് ജൂത സിനഗോഗ്, ഇതിന് നേരെ എതിർവശത്തായിട്ട് ഒരു മുസ്ലിം പള്ളി, ഇതിൻ്റെ തെക്ക് വശത്തായിട്ട് ഒരു ക്രിസ്ത്യൻ ചർച്ച് ഉണ്ട്, ഹോളി ക്രോസ് ചർച്ച്. അതുപോലെ തന്നെ ഇതിൻ്റെ തെക്ക് കിഴക്ക് ഭാഗത്തായിട്ട് ശ്രീകൃഷ്ണ ടെമ്പിൾ എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു ക്ഷേത്രമുണ്ട്. അങ്ങനെ 4 മതങ്ങളുടെയും ആരാധനാലയങ്ങൾ 100 മീറ്റർ സറൗണ്ടിങ്സിൽ സ്ഥിതി ചെയ്യുന്നു എന്നുള്ളതാണ് ഈ ചേന്നമംഗലത്തിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ നമ്മൾ ജെറുസലേം ദേവാലയത്തിൽ പോയി ജെറുസലേം എന്ന പ്രദേശത്ത് പോയി കഴിഞ്ഞാൽ 3 മതങ്ങളുടെ ആരാധനാലയങ്ങൾ നമുക്കവിടെ കാണാൻ കഴിയുക. സിനഗോഗ്, മസ്ജിദ്, അതുപോലെ ചർച്ച്. പക്ഷെ ചേന്നമംഗലത്ത് വന്നാൽ 4 മതങ്ങളുടെ ആരാധനാലയങ്ങൾ കാണാം എന്നുള്ളതാണ്. ഒരു റിലീജിയസ് കോ എക്സിസ്റ്റൻസിലൂടെ വളർന്നു വന്ന ഒരു സൊസൈറ്റിയാണ് ശരിക്കും ഈ ചേന്നമംഗലം എന്ന് പറയുന്ന ഈ പ്രദേശത്തുള്ള ജനങ്ങൾ. പിന്നെ ഇതാണ് ഇതിൻ്റെ മെയിൻ സാങ്ച്വറി എന്ന് പറയുന്നത്. ഏകദേശം 1420 നിർമ്മിക്കപ്പെട്ടത്. 1614 ഇത് റീബിൽഡ് ചെയ്തിട്ടുണ്ട്. ഒരു 16-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ പോർച്ചുഗീസുകാരുടെ ഒരു ആക്രമണം ഈ സിനഗോഗിനെതിരെ ഉണ്ടായിട്ടുണ്ടെന്ന് പറയപ്പെടുന്നു. അങ്ങനെ പകുതിയോളം തകർന്നുപോയ ഈ സിനഗോഗിനെ പുനർനിർമ്മിച്ചത് 1614 ഡച്ചുകാരുടെ കാലഘട്ടത്തിലാണ്. ഡച്ചുകാരും പോർച്ചുഗീസുകാരും തമ്മിലുള്ള സംഘട്ടനത്തിൽ പോർച്ചുഗീസുകാർ ഇവിടെ നിന്ന് മാറി. പിന്നെ ഡച്ചുകാരാണ് ഈ ഭാഗത്തുണ്ടായിരുന്നത്. പോർച്ചുഗീസുകാർ ഗോവയിലേക്ക് പോയി. അപ്പോൾ ഇതിൻ്റെ ആർക്കിടെക്ചർ സ്റ്റൈലിൽ ഒരു ഡച്ച് ഇൻഫ്ലുവൻസ് ഉണ്ട് നമുക്ക് കാണാൻ പറ്റും. ഇതിൻ്റെ വാൾ തിക്നെസ് ഒക്കെ നമുക്ക് നോക്കിയറിയാം. 3.5 ഫീറ്റാണ് ഇതിൻ്റെ വാൾ തിക്നെസ്. അതുപോലെ പല മേഖലകളിലും കേരളത്തിൻ്റെയും അതുപോലെ ഡച്ചിൻ്റെയും സംയുക്ത ഒരു ആർക്കിടെക്ചർ സ്റ്റൈലാണ് ഈ സിനഗോഗിനുള്ളത്. ഇതിൻ്റെ ഈ പ്രധാനപ്പെട്ട ഈ മെയിൻ സാങ്ച്വറിയുടെ ഈ നടുക്ക് കാണുന്ന ഈ സെൻട്രൽ പോർഷനിൽ കാണുന്ന ഈ കർവ്ഡ് ഷേപ്പിലുള്ള ഈ നിർമ്മിതിക്ക് പറയുന്ന പേരാണ് ബേമ അഥവാ തെയ്ബ എന്നാണ് പറയുക. ബേമ അഥവാ തെയ്ബ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ പ്രധാന പുരോഹിതൻ റബ്ബായി എന്നാണ് പറയുക. അവരുടെ ജൂതന്മാരുടെ പുരോഹിതന് റബ്ബായി എന്നൊക്കെയാണ് പറയുക. പ്രാദേശികമായി മാള, കൊടുങ്ങല്ലൂർ, ചേന്നമംഗലം, പറവൂര് ഭാഗത്തുള്ള ഇവിടുത്തെ ഓർത്തഡോക്സ് ജൂതന്മാരുടെ റബ്ബായിമാരെ മൊയ്ലിയാർ എന്നാണ് വിളിച്ചിരുന്നത്. ആ മൊയ്ലിയാരാണ് ഇവിടെ കയറി നിന്നിട്ട് ഇതിൻ്റെ അകത്ത് നിന്നിട്ട് ശാബത്ത് ദിനം, അവരുടെ വീക്കിലി ഹോളിഡേയാണ് ശാബത്ത് ദിനം. ശാബത്ത് ദിനത്തിന് അവരുടെ തോറയിൽ നിന്നും തെൽമൂദിൽ നിന്നുള്ള വാചകങ്ങൾ ഉരുവിട്ടുകൊണ്ടാണ് പ്രാർത്ഥനയ്ക്ക് നേതൃത്വം കൊടുക്കുക. പടിഞ്ഞാറ് ഭാഗത്തേക്ക് ജെറൂസലേം ദേവാലയത്തിൻ്റെ അഭിമുഖമായിട്ടാണ് ഇവരുടെ പ്രാർത്ഥനാ രീതി. പിന്നെ ഇതിൻ്റെ അങ്ങേയറ്റത്ത് പടിഞ്ഞാറൻ ഭിത്തിയോട് ചേർന്ന് കാണുന്ന ആ മനോഹരമായ നിർമ്മിതി, അത് ആർക്ക് അല്ലെങ്കിൽ ഹൈക്കൽ എന്നാണ് അറിയപ്പെടുക. അപ്പോൾ അവരുടെ വിശുദ്ധ ഗ്രന്ഥമായ സോറ സൂക്ഷിച്ചിരുന്നത് ആ ബോക്സിലാണ്. തോറ ബോക്സ് എന്നാണ് പറയുക. തോറ ബോക്സ്, താബൂത്ത് എന്നൊക്കെ പറയും. ഇപ്പം നിലവിൽ ആ തോറയുടെ കോപ്പി ഇവിടെ ഇല്ല. ആട്ടിൻതോലിൽ എഴുതപ്പെട്ടതാണത്. അതിപ്പോൾ തൃപ്പൂണിത്തുറ ഹിൽ പാലസ് മ്യൂസിയത്തിലാണ് ഇവിടുത്തെ തോറ സൂക്ഷിച്ചിരിക്കുന്നത്. അപ്പോൾ തോറ ബോക്സോടുകൂടി എടുത്തുകൊണ്ട് വന്നിട്ടാണ് അവർ ഓപ്പൺ ചെയ്യുക. ചുരുളുകളായിട്ടാണ് ഈ തോറ സൂക്ഷിക്കുക. തോറ എഴുതിയിരിക്കുന്നത് ഹീബ്രു ഭാഷയിലാണ്. ലോകത്തിലെ വളരെ പ്രധാനപ്പെട്ട 3 സെമിറ്റിക് ഭാഷകളിൽ ഒന്നാണ് ഹീബ്രു ഭാഷ. 3 സെമിറ്റിക് ഭാഷ, ഹീബ്രു, അരമൈക്ക്, അതുപോലെ അറബി, 3 ഭാഷകളാണ് സെമിറ്റിക് ഭാഷകൾ എന്ന് പറയുന്നത്. 3 ഭാഷകളുടെ ഒരു പൊതുവായ പ്രത്യേകത എഴുതുന്നതും വായിക്കുന്നതും വലത്ത് നിന്ന് ഇടത്തോട്ടാണ് എന്നതാണ് പ്രത്യേകത. ഇപ്പം നിലവിൽ ഉപയോഗത്തിലുള്ളത് ഹീബ്രും അറബിയും മാത്രമാണ്. അരമൈക് ഭാഷ ജീസസ് ക്രൈസ്റ്റ് സംസാരിച്ച ഭാഷയാണ്. അപ്പോൾ ആ ഭാഷ ഇപ്പം നിലവിൽ ഉപയോഗത്തിലില്ല. പിന്നെ ഈ മെയിൻ സാങ്ച്വറിയുടെ ചുറ്റും നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം 10 ജനലുകളുണ്ട്. 10 ജനലുകൾ അവരുടെ ജൂതന്മാരുടെ ബേസിക് ഐഡിയോളജിയായ 10 കൽപ്പനകളെയാണ് സൂചിപ്പിക്കുന്നത്. 10 കൽപ്പനകളിൽ ഒന്നാമത്തേതാണ് വർഷിപ്പ് ഓൺലി വൺ ഗോഡ്, ഒരേ ഒരു ദൈവത്തിന് മാത്രം, സൃഷ്ടാവായ ദൈവത്തിന് മാത്രം ആരാധിക്കുക എന്നുള്ളതാണ്. രണ്ടാമത്തേത് മേക്ക് നോ ഐഡോൾസ്, നിങ്ങൾ വിഗ്രഹങ്ങളെ ഉണ്ടാക്കരുത്.
അതുപോലെ യു ഷാൽ നോട്ട് മേക്ക് ഫോർ യുവർ സെൽഫ് ആൻഡ് ഐഡോൾ, യു ഷാൽ നോട്ട് ബോ ഡൗൺ ടു ദം ഓർ വർഷിപ്പ് ദം. ആരുടെ മുന്നിലും തല കുനിക്കരുത്. അതുകൊണ്ടാണ് ജൂത ദേവാലയങ്ങളിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രതിഷ്ഠകളോ പ്രതിരൂപങ്ങളോ വിഗ്രഹങ്ങളോ ഒന്നും ഇല്ലാത്തത്. അവരുടെ കൊത്തുപണികളിൽ പോലും ഈ ജീവനുള്ള മൃഗങ്ങളുടെയോ പക്ഷികളുടെയോ മനുഷ്യരുടെയോ ഒന്നും രൂപങ്ങൾ ഉണ്ടാവില്ല. പകരം ഇലകളും അതുപോലെ ഫ്ലവേഴ്സ്, പൂക്കളൊക്കെയാണ് പൊതുവായിട്ട് കാണപ്പെടുക. അപ്പുറത്ത് അവിടെ രണ്ടെണ്ണമുണ്ട്. പിന്നെ ഇതിന്റെ മുകൾ ഭാഗത്ത് ഉള്ള രണ്ടാം ബേമയുടെ പിൻഭാഗത്തായിട്ടാണ് സ്ത്രീകൾ നിന്ന് പ്രാർത്ഥിച്ചിരുന്നത്. ആ ഹാളിന് മെഹിറ്റ്സ എന്നാണ് പറയുന്നത്. അവിടെ ഒരു വുഡൻ സ്ക്രീൻ പാർട്ടീഷൻ ഉണ്ട്. അതിന്റെ പിൻഭാഗത്താണ് സ്ത്രീകൾ പ്രാർത്ഥിച്ചിരുന്നത്. മെഹിറ്റ്സ എന്നാണ് പറയുക. പിന്നെ അതിന്റെ അങ്ങേ അറ്റത്ത് ജൂതന്മാരായ ആൺകുട്ടികളും പെൺകുട്ടികൾക്കിടെ മതപഠന കേന്ദ്രമാണ്, റബ്ബാനിം എന്നാണ് അത് പറയുക. ഈ മെഹിറ്റ്സയിലേക്ക് സ്ത്രീകൾ വരുന്നത് റോഡിൽ നിന്നും പുറത്ത് നിന്ന് ഒരു പ്രത്യേക ഒരു എൻട്രൻസ് ഉണ്ടായിരുന്നു. ആ എൻട്രൻസ് ഇന്ന് അടച്ചു കളഞ്ഞു. ആ എൻട്രൻസ് വഴി കോർട്ട് യാർഡിൽ കയറിയതിന് ശേഷം അവിടെ നിന്ന് ഒരു സ്പൈറൽ സ്റ്റെയർ കേസ് വഴിയാണ് സ്ത്രീകൾ മുകളിലേക്ക് എത്തുക. അതിലൂടെ തന്നെ അവർ പുറത്തേക്കും പോകും. പിന്നെ ആൺകുട്ടികളും പെൺകുട്ടികളും പഠിക്കുന്ന ജൂയിഷ് റിലീജിയസ് സ്കൂള് അങ്ങേയറ്റത്ത് മുകളിൽ തന്നെയാണുള്ളത്. പിന്നെ ഇതിൻ്റെ പ്രധാനപ്പെട്ട സംഗതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജൂതന്മാരിവിടെ ഇപ്പം നിലവിൽ ഫങ്ഷനിങ് ഒന്നുമില്ല, യാതൊരു തരത്തിലുള്ള ഫങ്ഷനിങ് നടക്കുന്നില്ല. ഫങ്ഷൻ നടക്കണമെന്നുണ്ടെങ്കിൽ മിനിയാൻ വേണം. മിനിയാൻ എന്ന് പറഞ്ഞൊരു ഹീബ്രു പദമാണ്. മിനിമം കോർ എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പ്രായപൂർത്തി എത്തിയ 10 പുരുഷന്മാരുടെ പ്രസൻസ് എങ്കിലും ഉണ്ടെങ്കിലാണ് ഈ ശാബത്ത് ദിനത്തിലെ പ്രാർത്ഥനയാണെങ്കിലും അവരുടെ ഫ്യൂണറൽ ചടങ്ങ് ആണെങ്കിലും പിന്നെ അവരുടെ പ്രധാനപ്പെട്ട ഫെസ്റ്റിവൽസ്, പേസ് ഓവർ ഡേ, അതുപോലെ ഹനൂക്ക ഫെസ്റ്റിവൽ, ഇങ്ങനെയുള്ള ഫെസ്റ്റിവലൊക്കെ നടക്കാൻ അതിൻ്റെ ഒടുക്കത്തിനും തുടക്കത്തിലൊക്കെ പ്രായപൂർത്തി എത്തിയ 10 പുരുഷന്മാരുടെ സാന്നിധ്യം വേണം. അതില്ല ഇപ്പം നിലവിൽ. അതുപോലെ തന്നെ ജൂത കുടുംബത്തിൽ ഒരു ആൺകുഞ്ഞ് ജനിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പള്ളിയിൽ കൊണ്ടുവന്ന് അതിനെ കുളിപ്പിച്ച് 8ാമത്തെ ദിവസം അവൻ്റെ ലിംഗാഗ്ര ചർമ്മം ഛേദിച്ച് കളയും. പരിച്ഛേദന, സർക്കംസിഷൻ എന്നാണ് പറയുക. അതിന് ഹീബ്രുവിൽ പറയുന്ന പേര് ബ്രീത്ത് മീല എന്നാണ്. സുന്നത്ത് ചെയ്യാൻ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ ജൂതന്മാർക്ക് അത് നിർബന്ധമായിട്ടും 8ാം ദിവസം തന്നെ ചെയ്യണം. അപ്പം ഇതിനും എന്ത് വേണം? മിനിയാൻ എന്ന് പറയുന്ന ആ മിനിമം കോണത്തിന്റെ പ്രസൻസ് വേണം. അപ്പോൾ ഇത്തരം ജൂതന്മാരുടെ എണ്ണത്തിലും ഒക്കെയുള്ള കുറവ് കൊണ്ടാണ് പിന്നെ ഇവിടെ നിൽക്കാമെന്ന് തീരുമാനിച്ച ജൂതന്മാർ പോലും അവരുള്ള സ്ഥലങ്ങളിലേക്ക്, ഇസ്രായേലിലേക്ക് പോകേണ്ടി വന്നത്. ആദ്യം കുറേ പേര് പോയി 40കളുടെ ഒടുക്കത്തിലും 50കളിലും 60കളിലൊക്കെ പോയി. ലാസ്റ്റ് ഒറ്റപ്പെട്ടൊക്കെ നിൽക്കാൻ കഴിയാതെ 70-74 കാലഘട്ടത്തോടെ ബാക്കിയുള്ളവരും കൂടി പോവുകയായിരുന്നു. പിന്നെ അവരുടെ ഫുഡുമായി ബന്ധപ്പെട്ടാണ്. അവരുടെ ഫുഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോഷറാണ് അവരുടെ ഫുഡ്. കോഷർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ ഒരു ഫുഡിന്റെ പേരല്ല, അത് കോഷർ എന്ന് പറയുന്ന അതൊരു സിസ്റ്റാണത്. അപ്പം അതായത് അവർക്ക് ചെമ്മീൻ, ഞണ്ട്, കക്ക പോലുള്ള സമുദ്ര വിഭവങ്ങൾ, വലിയ വലിയ കഷ്ണമീനൊന്നും കഴിക്കാൻ പാടില്ല. ചെതുമ്പലുകളുള്ള മത്സ്യങ്ങൾ മാത്രമേ കഴിക്കാവൂ. അതുപോലെ പന്നിമാംസം അവർക്ക് നിഷിദ്ധമാണ്. പിന്നെ മൃഗങ്ങളെ അറക്കുമ്പോഴാണെങ്കിലും 2 സൈഡിൽ അറുത്ത് ഞരമ്പുകൾ കട്ട് ചെയ്ത് ശരീരത്തിൻ്റെ മുഴുവൻ ഭാഗങ്ങളിൽ നിന്നുള്ള ഈ ബ്ലഡ് നീക്കം ചെയ്ത, കൊഴുപ്പ് നീക്കം ചെയ്ത ശുദ്ധമായ മാംസാഹാരമാണ് അവർക്ക് കഴിക്കാവുള്ളൂ. മാംസം വീട്ടിലുള്ളപ്പോൾ പാല് വീട്ടിൽ കയറ്റില്ല, പാല് വീട്ടിലുള്ളപ്പോൾ മാംസം വീട്ടിൽ കയറ്റില്ല. ഇതൊക്കെയാണ് അവരുടെ കോഷർ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഇൻ്റർനാഷണൽ ലെവലിൽ തന്നെ ഇപ്പോൾ ഫ്ലൈറ്റുകളിൽ, അതുപോലെ വിവിധ ഹോട്ടലുകളിലൊക്കെ, ദുബായിലും പല സ്ഥലങ്ങളിൽ ചെന്ന്, യൂറോപ്പിൽ ചെന്നിട്ട് ഈ കോഷർ ഫുഡുണ്ട്. കോഷർ എന്നവിടെ എഴുതി, കോഷർ അവൈലബിൾ എന്ന് എഴുതിയിട്ടുണ്ടാവും. അത് അവരുടെ മതകാര്യാലയത്തിൽ നിന്നും സർട്ടിഫൈ ചെയ്ത ഹോട്ടലുകളിൽ നിന്ന് മാത്രമാണ് അവർ ഭക്ഷണം കഴിക്കുക. അപ്പോൾ അങ്ങനെയുള്ള കുറേ നിബന്ധനകളും അതുപോലെ വ്യവസ്ഥകളും നിയമങ്ങളൊക്കെ ഉള്ളൊരു സൊസൈറ്റിയാണ്. ഇതൊക്കെയാണ് പ്രാഥമികമായിട്ട് പറയാനുള്ളത്. ഒരു സിനഗോഗിന്റെ ആദ്യത്തെ ഒരു എൻട്രി റൂമാണ് ഇത്. ഈ എൻട്രി റൂമിന് പറയുന്നത് അസാറ എന്നാണ്. ഈ അസാറ കഴിഞ്ഞിട്ടാണ് അടുത്ത മെയിൻ സാങ്ച്വറിയിലേക്ക് നമ്മൾ കയറുക. അപ്പൊ ചേന്നമംഗലം സിനഗോഗ് എന്ന് പറയുമ്പോൾ 1420 ഇത് നിർമ്മിക്കപ്പെട്ടത്. ശേഷം ഞാൻ പറഞ്ഞു, പോർച്ചുഗീസുകാരുടെ ഒരു ആക്രമണത്തെ തുടർന്ന് ഇതിന്റെ പകുതിയോളം ഭാഗം തീ പിടിച്ച് നശിച്ചു പോവുകയും 1614 ഡച്ച് കാലഘട്ടത്തിലാണ് ഇത് പുനർനിർമ്മിക്കപ്പെട്ടത്. 1938 ഗവൺമെന്റ് ഓഫ് കൊച്ചി ഈ സിനഗോഗിനെ കൺസർവേഷൻ നടത്തിയിട്ടുണ്ട്.
2005 സംസ്ഥാന പുരാവസ്തു വകുപ്പ് ഈ സിനഗോഗ ഏറ്റെടുത്ത് ഇതിന്റെ ഒരു സംരക്ഷിത സ്മാരകമായി സംരക്ഷിച്ചു വരുന്നു. 1970-കളുടെ ഏകദേശം 975 മുമ്പ് തന്നെ ഇവിടെ ഉണ്ടായിരുന്ന എല്ലാ ജൂത കുടുംബങ്ങളും ഇസ്രായേലിലേക്ക് കുടിയേറി പാർത്തു. നമ്മുടെ കേരളത്തിലെ അതിപുരാതനവും സാംസ്കാരികമായും കലാപരമായും രാഷ്ട്രീയപരമായും സാമൂഹികമായും അതിനേക്കാൾ ഉപരിയായിക്കൊണ്ട് മതസൗഹാർദ്ദ മേഖലയിലും മതേതരത്വത്തിൻ്റെ പേരിലും കേളികേട്ട ഒരു പ്രദേശമാണ് നമ്മുടെ ഈ ചേന്ദമംഗലം പഞ്ചായത്ത് ഉൾക്കൊള്ളുന്ന പ്രദേശം. അതിലെ മതേതരത്വത്തിൻ്റെ മിനാരങ്ങളും കുബ്ബകളും അടങ്ങിയ ഒരു ദേവാലയമാണ് ചേന്ദമംഗലം മഹല്ല് ജുമാ മസ്ജിദ്. ഏകദേശം 500 വർഷത്തോളം പഴക്കം ഈ മസ്ജിദിന് വരുമെന്നാണ് കണക്കാക്കുന്നത്. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇതിനോട് ചേർന്നാണ് ഒരു 100-150 മീറ്ററിനുള്ളിൽ ജൂത ദേവാലയവും അതേപോലെ തന്നെ പുരാതനമായ ക്രിസ്ത്യൻ ദേവാലയങ്ങളും പ്രസിദ്ധമായ ക്ഷേത്രങ്ങളൊക്കെ ഈ കണക്കാക്കപ്പെട്ട മീറ്ററിനുള്ളിൽ നിലകൊള്ളുന്നു എന്നുള്ളത് ലോകത്ത് അത്യപൂർവമായി മാത്രം നമുക്ക് കാണാവുന്നൊരു സുന്ദരമായ മതേതര കാഴ്ചയാണ്. അതുകൊണ്ട് തന്നെ ഈ നാടിനും അതിലുപരി നമ്മുടെ കൊച്ചു കേരളത്തിനൊക്കെ അഭിമാനിക്കാവുന്ന ഏറ്റവും ചരിത്ര പുരാതനമായ ഒരു നാടെന്ന സവിശേഷത ഇന്നും ഇവിടുത്തെ ജനങ്ങൾ ഈ മതേതര പാരമ്പര്യത്തെ നെഞ്ചേറ്റുകയാണ് ചെയ്യുന്നത്. അതിലൊരു കണ്ണിയാകാൻ സാധിച്ചതിൽ വളരെയധികം സന്തോഷവും അഭിമാനവും തോന്നുന്നുണ്ട്. എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു. ഞാൻ ഇസ്മായിൽ എന്നാണ് എൻ്റെ പേര്. ചേന്ദമംഗലം മാളപ്പനക്കറി ജുമാ മസ്ജിദിൻ്റെ അടുത്താണ് എൻ്റെ താമസം, വീട്. ഇവിടെ ഈ ചേന്ദമംഗലം പഞ്ചായത്തിൽ ഈ 9ാം വാർഡിൽപ്പെട്ടതാണ് ഈ സ്ഥലങ്ങളൊക്കെ. അതിൽ മുസ്ലിം പള്ളി, യഹൂദരുടെ പള്ളി, അതിന് തൊട്ടടുത്ത് തന്നെ ശ്രീകൃഷ്ണ ക്ഷേത്രം, അതിന് തൊട്ട് പിറകിലായിട്ട് ക്രിസ്ത്യൻ ദേവാലയം. ഇങ്ങനെ വളരെ സൗഹാർദ്ദപരമായി എല്ലാ വിഭാഗം ആളുകളും എല്ലാ ജാതി വിഭാഗങ്ങളും ഒരുമിച്ച് സൗഹാർദ്ദമായി വളരെ സൗഹാർദ്ദത്തോടുകൂടി വളരെ നല്ല രീതിയിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണ് ഈ ചേന്ദമംഗലം, ഈ പ്രദേശം. അതിൽ ഇവിടെ എൻ്റെ അറിവ് അനുസരിച്ച് ചേന്ദമംഗലത്തെ പാലിയത്തെ അച്ഛന്മാര്, അവര് പാലിയത്തെ തിരുക്കൊച്ചി അല്ലേ മന്ത്രി ആയിരുന്ന പാലിയത്തച്ഛന്മാരാണ് ഇവിടെ എല്ലാ ജാതി വിഭാഗങ്ങളെയും
ഉൾക്കൊണ്ടുകൊണ്ട് ഇവിടെ അവർക്ക് താമസിക്കാനായിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും ഏർപ്പെടുത്തി കൊടുത്ത് അവർക്ക് വേണ്ട ദേവാലയങ്ങൾ, ആരാധന സൗകര്യങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുത്തത് പാലിയത്തെ അച്ഛന്മാരാണെന്നാണ് അറിവ്. ഹിന്ദുക്കളിൽ തന്നെ എല്ലാ വിഭാഗം ആളുകൾക്കും താഴ്ന്നവരും വലിയവരും എല്ലാ ജാതിയിൽപ്പെട്ട ഹിന്ദുക്കളിൽപ്പെട്ട എല്ലാ ജാതികളും ഒരുമിച്ച് സൗഹാർദ്ദത്തോട് ഇടകലർന്ന് ഒരു ബെൽറ്റ് അല്ലാത്ത വിധത്തിൽ എല്ലാ വിഭാഗത്തിലുള്ള എല്ലാ സമുദായങ്ങളിലുമുള്ള മനുഷ്യർ ഒത്തുചേർന്ന് ഒരുമിച്ച് സാഹോദര്യത്തോടുകൂടി ഒത്തൊരുമിച്ച് പോകുന്ന ഒരു സ്ഥലം ഇതുപോലെ ലോകത്തിൽ വേറെ കാണാൻ സാധ്യത കുറവാണ്. ഇവിടെ ഈ ചേന്നമംഗലം ഈ പ്രദേശത്ത് ഹിന്ദുക്കളുടെ ആഘോഷങ്ങളായാലും ക്രിസ്ത്യാനികളുടെ ആഘോഷങ്ങളായാലും മുസ്ലിങ്ങളുടെ ആഘോഷങ്ങളായാലും മുൻപ് ഇവിടെ താമസിച്ചിരുന്ന യഹൂദരുടെ ആഘോഷങ്ങളും എല്ലാവരും ഒത്തുചേർന്നുകൊണ്ട് ഒന്നിച്ച് വളരെ സൗഹാർദ്ദത്തോടുകൂടിയാണ് ഇവിടെ എല്ലാവരും പങ്കെടുത്തുകൊണ്ടിരുന്നത്. വളരെ ഒരു 10-40 കൊല്ലം മുമ്പ് വരെയും ഇവിടെ യഹൂദരുണ്ടായിരുന്നു. അവര് എല്ലാവരുമായിട്ടും വളരെ സൗഹാർദ്ദപരമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വളരെ സൗഹാർദ്ദപരമായിട്ട് എല്ലാ വിഭാഗം ആളുകളും ഒന്നിച്ചാണ് താമസിച്ചിരുന്നത്. ഇവിടെ ഈ ക്രിസ്ത്യൻ ദേവാലയത്തോടനുബന്ധിച്ച് ഒരു സ്കൂളുണ്ട്. ആ സ്കൂളിൽ ഹിബ്രു ഭാഷ, ഇന്ത്യയിൽ ആദ്യമായിട്ട് ഹിബ്രു ഭാഷ അവിടെ പഠിപ്പിച്ചിരുന്നു എന്നുള്ളതാണ് അറിവ്. അപ്പൊ അത്രയും സൗഹാർദ്ദപരമായ ജീവിക്കുന്ന, എല്ലാവരും ഒന്നിച്ച് ജീവിക്കുന്ന ഒരു സ്ഥലം ഇതുപോലെ വേറെ ഉണ്ടാവും എന്ന് തോന്നുന്നില്ല. എൻ്റെ പേര് സ്വാമി ഗുരുദാസാനന്ദ സരസ്വതി. ഇത് കോട്ടയിൽ കോവിലകം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം. ഇത് വില്ലാർവട്ടം മഹാരാജാവിൻ്റെ ആസ്ഥാനമായിരുന്ന കോട്ടയുടെ അകത്തെ കോവിലകം. ഇന്ന് ലോകത്തിലെ തന്നെ മാനവ മൈത്രീയത അല്ലെങ്കിൽ വിശ്വമാനവ മൈത്രീയത മതസൗഹാർദ്ദത്തിൻ്റെ കേദാരം എന്ന് പറയുന്ന 250 വർഷങ്ങൾക്ക് മുന്നേ തന്നെ യഹൂദര്, ക്രിസ്ത്യാനികൾ, മുസ്ലിം, ഹിന്ദു ക്ഷേത്രം, അങ്ങനെ എല്ലാ പള്ളികളും ക്ഷേത്രവും എല്ലാം ചേർന്ന് പണിതിട്ടുള്ള 250 വർഷങ്ങൾക്ക് മുന്നേ തന്നെ സൗഹാർദ്ദത്തോടു കൂടി പള്ളിയും ദേവാലയങ്ങളും എല്ലാം പണിത് ട്ടുള്ള ഒരു സ്ഥലമാണ്. ഇത് ലോകത്തിൽ തന്നെ ഇങ്ങനൊരു എയർ ഡിസ്റ്റൻസിൽ ഒരു 250 മീറ്റർ ചുറ്റളവിൽ തന്നെ 4 ദേവാലയങ്ങൾ ലോകത്ത് ഉള്ളത് ആദ്യമായിട്ടാണ്. അങ്ങനെയുള്ള ഈ ക്ഷേത്രത്തിന് 1300-കളിൽ വില്ലാർവട്ടം രാജാക്കന്മാര് വടക്ക് നിന്ന് വന്ന് ഇവിടെ വന്ന് രാജവംശം സ്ഥാപിക്കുകയും ആ രാജ്യത്തിന്റെ കീഴിൽ 250 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ രാജ്യം ആ വില്ലാർവട്ടം രാജവംശം ഇല്ലാതാവുകയും ഇത് പാലിയത്തിൽ വന്ന് ലയിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇന്നിപ്പോ പാലിയത്തിന്റെ കീഴിൽ എൻ്റെ നേതൃത്വത്തിലാണ് ഈ ക്ഷേത്രം നടന്നുകൊണ്ടിരിക്കുന്നത്.